പാലക്കാട് ചാപ്റ്റർ അവതരിപ്പിക്കുന്ന ഇൻസ്പയറിംഗ് ഐക്കൺസ് എന്ന ഒരാഴ്ചത്തെ ട്രെയിനിങ് സീരീസിന്റെ 4ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറെക്കുറെ എല്ലാവരുടെയും തന്നെ ഗുരുനാഥനായിട്ടുള്ള സുധാസ് കണൂർ സാറാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ സ്വദേശിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം നമ്മുടെയൊക്കെ ഗുരുനാഥനായിട്ടുള്ള സുധാസ് സാറിനെ ഇന്നത്തെ ആദ്യത്തെ സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. Over to you, Sudha sir. Okay, thank you, ശശികുമാർ സാർ. എന്തായാലും ഇങ്ങനൊരു അവസരം തന്നതിൽ പാലക്കാട് പോസിറ്റീവ് കമ്മ്യൂണിനും അതിന്റെ സാരഥികള് അരുൺ സാർ, ശശികുമാർ സാർ, കോശി സാർ, പറഞ്ഞു എല്ലാവർക്കും, എല്ലാ മെമ്പർമാർക്കും ഒരു താങ്ക്സ് പറയുന്നു. അൽകുശിംഗ സാറിന്റെ എല്ലാവരും ഉണ്ട്. താങ്ക് യു. സുഹൃത്തുക്കളെ, ഇൻസ്പയർ ചെയ്തത് ആരാണ് എന്നുള്ളതാണ്. എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഏത് നിമിഷം ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ഒരേ ഒരാള് നമ്മളെ മെൻഡറായ KP രവീന്ദ്രനാണ്. സംശയം വേണ്ട. പക്ഷെ ഈ വേദിയിൽ അദ്ദേഹമാണ് ഇൻസ്പയർ ചെയ്തതെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ അല്ല ഞാൻ പറയുന്നത്. കാരണം ഒരു ഔചിത്യ കുറവുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തെ പറ്റി പറയുന്നതുകൊണ്ട്. അതുകൊണ്ട് രണ്ടാമത് എന്നെ ഇൻസ്പയർ ചെയ്തത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മോട്ടിവേഷണൽ ട്രെയിനറാണ്. നമ്പർ 1 മോട്ടിവേഷണൽ ട്രെയിനർ. ഇദ്ദേഹം ജനിച്ചത് 1945 ഫ്ലോറിഡയിലെ മിയാമിയിലെ ഒരു കുഗ്രാമത്തിലാണ്. ദാരിദ്ര്യം കഷ്ടപ്പാടും നിറഞ്ഞതുകൊണ്ട് തന്നെ അമ്മക്ക് ഈ കുട്ടിയെ വളർത്താൻ സാധിക്കാത്തതുകൊണ്ട് ഉപേക്ഷിച്ചു. ഈ കുട്ടിയെ വേറൊരു വീട്ടിലെ വേലക്കാരിയാണ് വളർത്തിയത്. ആ അമ്മക്കും പോറ്റി വളർത്താനും ബുദ്ധിമുട്ടും വളരെയധികം ഉണ്ടായി എന്ന് മാത്രമല്ല, ഒരു രക്ഷിതാവിൽ നിന്ന് കിട്ടേണ്ട പരിഗണനയും സ്നേഹവും ഈ കുട്ടിക്ക് ലഭിച്ചില്ല എന്നതാണ് സത്യം. പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഒന്നിച്ചുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും മെന്റർ റിട്ടയർഡ് മാനസിക ബുദ്ധിഭ്രമം ബാധിച്ച അല്ലെങ്കിൽ ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടി എന്നുള്ള രീതിയിൽ അന്ന് പെരുമാറിയത്. പല സംഗതികളിൽ നിന്നും ഈ കുട്ടിയെ ഒഴിവാക്കി. ഞങ്ങളിൽ നിന്നും മാറ്റപ്പെടേണ്ട ഒരാളാണ് എന്നുള്ള രീതിയിലാണ് അധ്യാപകരടക്കം ഈ കുട്ടിയോട് പെരുമാറിയത്. അവസാനം ഒരു അധ്യാപകൻ പറഞ്ഞു, മറ്റുള്ളവരല്ല നിന്റെ ജീവിതം തീരുമാനിക്കേണ്ടത്, നിന്റെ ജീവിതം നീ മാത്രമാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള ഒരു വാക്കാണ് ആ കുട്ടിയെ കൂടുതൽ വിജയിക്കണം, സക്സസ് ആവണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ആ കുട്ടി കുറച്ചും കൂടെ വളർന്നപ്പോൾ ജോലി വേണമെന്ന് ആഗ്രഹിച്ചത് റേഡിയോ ജോക്കി ആവണമെന്നാണ്. RJ ആവണം. പല റേഡിയോ നിലയങ്ങളിലും അദ്ദേഹം പോയി അന്വേഷിച്ചപ്പോൾ നിന്റെ ശബ്ദം ശരിയല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. എങ്കിലും അവസാനം ഒരു റേഡിയോ നിലയത്തിൽ ചെന്ന് പറഞ്ഞു, ഞാൻ വളണ്ടിയറായി, യാതൊരു ശമ്പളവും തരണ്ട, ഞാൻ സൗജന്യമായി ഇവിടെ വേല ചെയ്തോളാം, ഒരു പ്യൂണിന്റെ ജോലി ചെയ്തോളാം. അങ്ങനെ ഒരു റേഡിയോ നിലയക്കാർ ആ കുട്ടിയെ പ്യൂണിന്റെ ജോലി നൽകി. ചായ കൊണ്ടു കൊടുക്കുക, സ്റ്റുഡിയോ ക്ലീൻ ചെയ്യുക, ഇത്തരത്തിലുള്ള ജോലിയായിരുന്നു ആ കുട്ടി. അങ്ങനെ കടന്നുപോകെ ഒരു ദിവസം ആ റേഡിയോ നിലയത്തിലെ RJ ലീവായ സമയത്ത് ഈ കുട്ടി ആ അവസരം മുതലെടുത്തു റേഡിയോ ജോക്കിയുടെ പണി ഏറ്റെടുത്തു. അത് ആ ഏറ്റെടുത്തതോടുകൂടെ റേഡിയോ നിലയത്തിലെ അധികാരികൾ ആകെ അമ്പരന്ന് പോയി. അത്തരത്തിൽ വളരെ നല്ല രീതിയിലായിരുന്നു ഈ കുട്ടിയുടെ പെരുമാറ്റം. സ്ഥിരമായി പിന്നീട് RJയുടെ ജോലി ആ കുട്ടിക്ക് കൊടുക്കുകയും പിന്നീട് നല്ലൊരു പ്രസംഗകനായി, പൊളിറ്റീഷ്യനായി, ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷണൽ ട്രെയിനറായി. ആരാണ് ഇദ്ദേഹം? ഒന്ന് ചാറ്റ് ചെയ്യാൻ പറ്റുമോ? പ്ലേ ചെയ്തോളൂ. ഓക്കെ അല്ലേ സാറേ? കാണുന്നുണ്ട്. ഒരു 2.25 മിനിറ്റിന്റെ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ പവർ, അതായത് എനർജി, വോയിസ് മോഡുലേഷൻ ഒന്ന് ശ്രദ്ധിക്കും.
look into the future, while other people are giving up, feeling like victims. Thank you very much. ഒരു മോട്ടിവേഷണൽ ട്രെയിലർ ഇതുപോലെയായിരിക്കും. എന്താ ഇങ്ങനെ ഇത്രമാത്രം പവർഫുള്ളോടുകൂടി ചെയ്തതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം? ഒന്ന്, ഓഡിയൻസിന്റെ ശ്രദ്ധ പതറില്ല, നല്ല കോൺസെൻട്രേഷൻ കിട്ടും, പാർട്ടിസിപ്പൻസുമായി ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടും. ഇത് മാത്രമല്ല, ഓർമ്മ നിലനിൽക്കും, പാർട്ടിസിപ്പൻസ് മോട്ടിവേറ്റഡ് ആവും, ഒരു ആവേശം ഉണ്ടാവും, ട്രെയിനർ പറയുന്നതിൽ ഒരു വിശ്വാസം ഉണ്ടാവും, ട്രെയിനർ പാർട്ടിസിപ്പൻസ് ഒരു കണക്ഷൻ ഉണ്ടാവും. ഇത്ര നിരവധി ഗുണങ്ങളാണ് നല്ല എനർജിയോടുകൂടെ പവറോടുകൂടെ പ്രസന്റ് ചെയ്താൽ. ഈ ലെസ്ബ്രോൺ ഇദ്ദേഹത്തിന്റെ പവർഫുൾ പ്രസന്റേഷൻ മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഒരു വാചകവും എനിക്ക് അത്യധികം ഇൻസ്പയർ ചെയ്തൊന്നാണ്. നിങ്ങൾ ചിലപ്പം നിഷാ മേഡലും വിചാരിക്കുന്നുണ്ടാവും, അങ്ങനെയാണെങ്കിൽ സുധാസനത്തെ ഇങ്ങനെ സാധിക്കാത്തല്ലേ? അതിൽ ചിന്തിക്കുന്നത് നിഷാ മേഡം മനസ്സിലായി. ആ ചിരിയൊക്കെ പിന്നെ മനസ്സിലായി. ഒരു സെക്കൻഡ് ഒന്നുകൂടെ ഷെയർ ചെയ്യട്ടെ. അതിന് പലർക്കും സംശയം ഉണ്ടാവും. ഞാനും ആഗ്രഹിച്ചതാണ് ഇതുപോലെ പവർഫുൾ ട്രെയിനർ ആവാൻ. പക്ഷെ പലതും ത്യജിക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ടാണ് മാറ്റി വെക്കേണ്ടി വന്നത്. ഇപ്പം ഷെയർ ചെയ്ത് കാണുന്നുണ്ട് നിങ്ങൾ ഒരു വാചകം. The greatest revenge is massive success. Yes. ഇതാണ് എന്നെ ഏറ്റവും ഇദ്ദേഹത്തിന്റെ മോട്ടിവേറ്റ് ചെയ്ത വാചകം. ഇത് ശരിക്ക് ആ ഒരു കാലത്ത് എന്റെ ഓഫീസിന്റെ മേശപ്പുറത്ത് രാവിലെ എഴുന്നേറ്റുടാൻ കാണുന്ന സ്ഥലത്ത് വീട്ടിലെ വായനാമുറിയുടെ മുമ്പില് മൊബൈലില് ലാപ്ടോപ്പിലെല്ലാം ഈ സ്ക്രീൻ സേവർ ആയിരുന്നു. പലരും ചോദിക്കും, ഇതെന്നാ ഒരു ആൾക്കാരുടെ പോലെ ഒരാള്, ഇത് നമുക്കെല്ലാം അറിയൂ ഇത് നമ്മളെ വേണ്ടപ്പെട്ട ആളാണ്, സ്വന്തം ആളാണ്. ഇത് ഏറ്റവും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വാദം, ദ ഗ്രേറ്റസ്റ്റ് റിവെഞ്ച് ഈസ് മാസീവ് സക്സസ്. സുഹൃത്തുക്കളെ, ഇതിപ്പം ഇറ്റലിയിലെ ഒരു ഫെറിച്ചോ എന്ന് പറഞ്ഞ ഒരാള്, കോടീശ്വരനായ ഒരാള് ഒരു ഫെരാരി കാർ വാങ്ങിയ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോ കാറിന് അത്ര പോലെ എന്തോ തകരാറുണ്ട് എന്നുള്ള രീതിയിൽ കമ്പനിയെ സമീപിക്കുകയും കമ്പനി കാറിന് ഒരു കുഴപ്പമില്ല, ഇതിന്റെ ഡ്രൈവർക്കാണ് കുഴപ്പം എന്ന് പറഞ്ഞത് ഈ ഫെറിച്ചോ ഇദ്ദേഹത്തിന് ഒരു അപമാനം ഉണ്ടാക്കി. വിഷണ്ണനായി അവിടുന്ന് മടങ്ങിപ്പോ അദ്ദേഹം ഇതിനോട് പ്രതികരിക്കുകയല്ല ചെയ്തത്. ഇദ്ദേഹം ഒരു കാർ കമ്പനി തുടങ്ങി. ഈ കാർ കമ്പനി തുടങ്ങിയെന്ന് മാത്രമല്ല, അത് നന്നായി വിജയിക്കുകയും ചെയ്തു. ഈ കാറ് ശരിക്കും സൂപ്പർ കാറുകളുടെ രാജാവായി, കോടീശ്വരന്മാരുടെ രഥം എന്നറിയപ്പെടുന്ന കാറാണ്. അതാണ് ലംബോർഗിനി. നമുക്കറിയാം ലംബോർഗിനിയുടെ പ്രാധാന്യം. അന്ന് ഈ ഫെരാരി കാറിന്റെ ഉടമ ഇദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ ലംബോർഗിനി ഉണ്ടാവില്ലായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ട്രെയിനറോ കൗൺസിലറോ ബിസിനസ്സുകാരോ ആരായാലും, നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ, വിജയത്തിന്റെ ചവിട്ടുപടി കയറുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അസൂയക്കാരും കുറ്റപ്പെടുത്താനും ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളെ അതിനെതിരായ ആണ് നീങ്ങുന്നെങ്കിൽ തീർച്ചയായും വെച്ചടി താഴ്ചയിലേക്കാണ് പോവുക. അതേസമയം ഈ നമുക്ക് കിട്ടുന്ന ഈ എതിർപ്പുകൾ അതൊരു ഇന്ധനമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾക്ക് വെച്ചടി കയറ്റമായിരിക്കും. അത് തീയാണ്. തീയുടെ അടുത്തേക്ക് പോയാൽ നമുക്ക് പൊള്ളും. പക്ഷെ ഈ തീ ഒരു ഇന്ധനമായി കണ്ടു കഴിഞ്ഞാൽ അത് നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഈ നമ്മൾ അടുപ്പിലേക്ക് ആ തീ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നല്ല സംഗതികൾ വേവിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ഇത്തരത്തിലെ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലെ തീയായി, നമ്മളെ ബേണിംഗ് ഡിസയറായാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾക്ക് വിജയത്തിന്റെ ചവിട്ടുപടിയിലേക്കാണ് പോകാൻ സാധിക്കുക. സുഹൃത്തുക്കളെ, ഇത്തരത്തില്
ദ ഗ്രേറ്റസ്റ്റ് റിവെഞ്ച് ഈസ് മാസീവ് സക്സസ്. പറ്റുന്ന ആൾക്കാരെല്ലാം ഒന്ന് ക്യാമറ ഓൺ ആക്കണം, മൈക്ക് ഓൺ ചെയ്യണം. നമ്മള് മൈക്കിലാണല്ലോ. യെസ്, മൈക്ക് ഓൺ ആണ്. ഈ പറയുന്ന സംഗതി ഇതൊന്ന് എല്ലാവരും ഒന്ന് ഒരു വാക്ക് പറയണം, നല്ല പവർഫുള്ളോടുകൂടെ ഒന്ന് ഈ വാക്ക് പറയണം. The greatest revenge is massive success. അല്ല, 1 second, ഞാൻ പറഞ്ഞിട്ടുണ്ട്. The greatest revenge is പറയൂ. The greatest revenge is No. The greatest revenge is പോരാ. The greatest revenge is ഒന്നുകൂടെ. The greatest revenge is massive success. സാറേ, അതിലൊക്കത്തെ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് അടുത്ത ക്വാർട്ടേഴ്സ്. അത് അല്ല. പിന്നെ ഇദ്ദേഹം പറയുന്ന സ്ഥിരമായി പറയുന്ന ഒന്നാണ് ഇറ്റ്സ് പോസിബിൾ. ഒന്നുകൂടെ എല്ലാവരും ഒന്ന് പറയും, ഇറ്റ്സ് പോസിബിൾ. I can. Yes, I can. ഓക്കെ, എന്റെ സമയമായി. എല്ലാവർക്കും നന്ദി. ഇനി പ്രസന്റ് ചെയ്യാൻ പോകുന്ന അനിൽ കുശങ്കൽ സാറിനും സുരേഷ് ബാബു സാറിനും എല്ലാവിധ ആശംസകളും നേരിടുന്നു. കൂടാതെ ഇങ്ങനെ ഒരു അവസരം തന്ന പോസിറ്റീവ് കമ്മ്യൂണിറ്റി പാലക്കാട് ചാപ്റ്ററിനും 1000 നന്ദി. താങ്ക് യു. ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സെഷൻ അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. സ്വാഗതം അനിൽ കുശങ്കൽ സാർ. താങ്ക് യു ശശികുമാർ സാർ. കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാമോ? കേൾക്കാം. ഏറ്റവും പ്രിയമുള്ള സുധാ സാർ, പോസ്റ്റ് കമോൺ പാലക്കാട് ചാപ്റ്ററിന്റെ ചെയർമാൻ കോശി സാർ, ഇന്നത്തെ പ്രോഗ്രാം ഡയറക്ടർ ശശികുമാർ സാർ, ഇന്ന് ട്രെയിനിങ് അവതരിപ്പിക്കുന്ന പ്രിയ സുഹൃത്ത് ഗുരുനാഥൻ സുരേഷ് ബാബു സാർ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സുധാ സാറിന്റെ ഒരു അടിപൊളി ഇൻസ്പയറിംഗ് ഐക്കൺ ലെസ് ബ്രൗണിനെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ച് അതിൻ്റെ പിന്നാലെ ഞാനും എൻ്റെ മനസ്സിലുള്ള ആ മികച്ച ഇൻസ്പയറിംഗ് ഐക്കണെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ചോദ്യത്തിലൂടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. സുധാ സാർ ഇവിടെ അവതരിപ്പിച്ച ലെസ് ബ്രൗണിൻ്റെ വീഡിയോയിൽ നിങ്ങൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ ലെസ് ബ്രൗൺ എന്ന് എഴുതിയതിന് താഴെ ഒരു ടാഗ് ലൈൻ അദ്ദേഹം എഴുതിയിരുന്നു. അതാർക്കെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്ന് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതാവോ? ഒരു ടാഗ് ലൈൻ എഴുതിയിട്ടുണ്ടായിരുന്നു. സമ്മാനമൊന്നുമില്ലാത്തൊരു ചോദ്യമാണ്. ഞാൻ അവതരിപ്പിക്കുന്ന ഇൻസ്പയറിംഗ് ഐക്കൺ ഈ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് വന്ന ഒരാളാണ്. ഒന്നുകൂടെ കണ്ടാ പറയാം, അല്ലാണ്ട് പറയാം. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറയാം. യു ഹാവ് ഗ്രേറ്റ്നെസ് വിതിൻ യു എന്നാണ് ആ ലെസ് ബ്രൗൺ എന്ന് എഴുതിയതിന്റെ താഴെ ടാഗ് ലൈനിൽ ഉണ്ടായിരുന്നത്. You have greatness within you. You have greatness within you. Yes, thank you, ma'am. Lucy ma'am, thank you. ഏതായാലും ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഒരു മിനിറ്റ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ പിരമിഡ് കണ്ടിട്ട് ഞാനിന്ന് പറയാൻ പോകുന്ന ഗ്രേറ്റ് ഇൻസ്പയറിംഗ് ഐക്കൺ ആരാണെന്ന് ആർക്കെങ്കിലും പറയാനായിട്ട് കഴിയുമോ? എബ്രഹാം മാസ്ലോ. കറക്റ്റ് ആൻസർ. താങ്ക് യു. ഞാനിന്ന് കാരണം നമ്മളിവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ട്രെയിനേഴ്സ്, ടീച്ചേഴ്സ്, സൈക്കോളജിസ്റ്റ്, കൗൺസിലേഴ്സ്, ഇവർക്കെല്ലാം ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ചിന്തിക്കാതെ കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ ലെസ് ബ്രൗൺ എല്ലാം തന്നെ പറഞ്ഞു വെച്ച ഈ കാര്യങ്ങളെല്ലാം തന്നെ 1940-കളിലും 60-കളിലും ഒക്കെ സൈക്കോളജിയിൽ ഒരു പുതുവഴി വെട്ടി വന്ന നീഡ് ഹൈറാർക്കി തിയറി അവതരിപ്പിച്ച
എബ്രഹാം ഹാരോൾഡ് മാസ്ലോയെ കുറിച്ചിട്ടാണ്. അദ്ദേഹമാണ് എൻ്റെ ഇൻസ്പയറിംഗ് ഐക്കൺ. വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സൈക്കോളജിസ്റ്റ് ഇൻ ഹിസ്റ്ററി. അദ്ദേഹത്തിൻ്റെ പ്രസക്തമായിട്ടുള്ള ആശയങ്ങൾ ഇന്നും മനഃശാസ്ത്രമായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ബിസിനസ് രംഗത്തായാലും ആരോഗ്യ സംരക്ഷണ രംഗത്തായാലും ഒക്കെ ഇന്നും നിലനിൽക്കുന്നു. അത് പുതിയ രൂപങ്ങൾ കൈവരിച്ചുകൊണ്ട് മുന്നേറുന്നു എന്നുള്ളതാണ് വാസ്തവം. മനുഷ്യരുടെ പോസിറ്റീവ് ഗുണങ്ങളിൽ ഊന്നിക്കൊണ്ടാണ്, അതിൻ്റെ പ്രാധാന്യത്തെ അടിവരയിട്ടുകൊണ്ടാണ് അന്നുണ്ടായിരുന്ന ബിഹേവിയറിസവും അതുപോലെ തന്നെ നമ്മുടെ സൈക്കോ അനാലിസിസ് സ്കൂൾ ഓഫ് തോട്ടുകളോടൊപ്പം തന്നെ അവ മുന്നോട്ട് വെച്ച ബാഗ് ഓഫ് സിംറ്റംസ് എന്നതിനെ പരിഗണിക്കുന്നതിന് പകരം മനുഷ്യൻ്റെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവയെ അതിൽ ഊന്നിക്കൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ സർഗശക്തിയുടെ ഗ്രേറ്റ്നെസ്സിനെ പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമം നടത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം 1960കളിലൊക്കെ കാൾ റോജേഴ്സുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് ആ ഒരു പോസിറ്റീവ് ഹ്യൂമൻ സൈക്കോളജി അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജിക്ക് അദ്ദേഹം തുടക്കമിട്ട് അതിൻ്റെ ഒരു ഫൗണ്ടറായിട്ട് മാറി. അദ്ദേഹം ജനിച്ചത് ഒരു ജൂത ദമ്പതികൾക്കാണ്. സാമുവൽ ആൻഡ് റോസ് മാസ്ലോ എന്ന് പറയുന്ന ജൂത ദമ്പതികൾ അദ്ദേഹത്തിൻ്റെ അമ്മയോട് വല്ലാത്ത ഒരു വിരോധം, ചെറുപ്പം മുതൽ അമ്മയുടെ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളും അതുപോലെ തന്നെ മതവിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഭീഷണികളുമൊക്കെ അദ്ദേഹത്തെ വിശ്വാസത്തിൽ നിന്നും അതൊക്കെ അകറ്റി നിർത്തുകയും സ്വയം ഒരു എത്തിസ്റ്റായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു. 7 മക്കളിലെ മൂത്തയാളാണ് അദ്ദേഹം. ബെർത്ത ഗുഡ്നസിനെ, പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഫസ്റ്റ് കസിനായിട്ടുള്ള ബെർത്ത ഗുഡ്നസിനെ വിവാഹം ചെയ്തു. ബ്രൂക്ലിൻ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ മാക്സ് വെർത്മിയർ അതുപോലെ തന്നെ റൂത്ത് ബെനഡിക്റ്റ്, ഇങ്ങനെ 2 പേരെ കണ്ടുമുട്ടിയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഈ തിയറിക്കൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കാനായിട്ട് അത് രൂപപ്പെടുത്തുന്നതിനൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതാണ് എബ്രഹാം മാസ്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ കാണിക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: വൺസ് ഓൺലി ഫെയിലിയർ ഈസ് ഫെയിലിംഗ് ടു ലിവ് അപ് ടു വൺസ് ഓൺ പോസിബിലിറ്റീസ്. നമ്മുടെ ഓരോരുത്തരുടെയും ഒരേ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പോസിബിലിറ്റികളെ കണ്ടെത്തുന്നതിലുള്ള അല്ലെങ്കിൽ അതിലെ മെച്ചപ്പെടുത്തുന്നതിലുള്ള ഫെയിലിയർ ആണെന്ന് അദ്ദേഹം നിരന്തരം വിശ്വസിക്കുകയും ആ ഒരു വിശ്വാസത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് 2ാം ലോക മഹായുദ്ധ കാലത്താണ്. അന്നത്തെ പരമ്പരാഗത രീതിയിലുള്ള മനഃശാസ്ത്രം പഠിച്ച അദ്ദേഹം ഒന്ന് മാറ്റി ചിന്തിക്കാനായിട്ട് ഒരു പുതിയ വഴി വെട്ടുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ഫ്രോയിഡ് അടക്കമുള്ളവരൊക്കെ പ്രാധാന്യം കൊടുത്ത മനുഷ്യൻ്റെ പ്രയാസങ്ങളും വേദനകളും നിറഞ്ഞ ഒരു മനഃശാസ്ത്ര സമീപനത്തെ മാറ്റിക്കൊണ്ട് മനുഷ്യനിലുള്ള പോസിറ്റീവ് ഗുണങ്ങളെ അല്ലെങ്കിൽ പൊട്ടൻഷ്യലിനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവയെ പുറത്തെടുക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷണൽ തിയറിക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. ആ തിയറിയുടെ പേരാണ് നീഡ് ഹൈറാർക്കി തിയറി. നീഡ് ഹൈറാർക്കി തിയറിയുടെ 5 തലങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ നമ്മൾ ബേസിക് നീഡ്സ് എന്ന് പറയുന്ന ഫിസിയോളജിക്കൽ നീഡ്സും അതുപോലെ തന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സും 2 തലങ്ങളാണ്. ഇത് നമുക്കറിയാം. ഒരു മനുഷ്യൻ്റെ ഫിസിയോളജിക്കലായിട്ടുള്ള അവൻ്റെ ഭക്ഷണം, വെള്ളം, വസ്ത്രം, ഉറക്കം, ശ്വാസം, ഇങ്ങനെയുള്ള ബേസിക് നീഡ്സും അതുപോലെ തന്നെ ആ ബേസിക് നീഡ്സ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ സേഫ്റ്റി നീഡ്സിലേക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സിലേക്ക് പോകണമെന്ന്, ഹെൽത്ത്, എംപ്ലോയ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ പോകണമെന്നുള്ള ആ ഒരു ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മോട്ടിവേഷൻ അദ്ദേഹം കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ലവ് ആൻഡ് ബിലോങ്ങിങ്, ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, ഇൻറ്റിമസി. അപ്പോൾ ഓരോ തലം, മോട്ടിവേഷൻ്റെ ഓരോ തലങ്ങൾ, 5 തലങ്ങൾ അദ്ദേഹം സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ്, അച്ചീവ്മെൻറ്റ്, റെസ്പെക്ട് ഓഫ് അതേഴ്സ്, ദ നീഡ് ടു ബി യുണീക്ക് ഇൻഡിവിജ്വൽ, ഇത്തരത്തിൽ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തുന്ന 5 തലങ്ങൾ അദ്ദേഹം കണ്ടെത്തി. നീഡ് ഹൈറാർക്കി തിയറി ഈ ബേസിക് നീഡ്സിനും സൈക്കോളജിക്കൽ നീഡ്സിനെയും ഡെഫിഷ്യൻസി നീഡ്സ് എന്നും അതുപോലെ തന്നെ ബിലോങ്ങിങ്, സെൽഫ് ആക്ച്വലൈസേഷൻ, സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡുകളെയെല്ലാം ഗ്രോത്ത് നീഡ്സ് എന്നുള്ള നിലയിൽ അദ്ദേഹം വേർതിരിച്ചു. അദ്ദേഹം ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിനെ പിന്നീട് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം കോഗ്നിറ്റീവ് നീഡ്സ്, എസ്തെറ്റിക് നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ, ട്രാൻസെൻഡൻസ് എന്നുള്ള രൂപത്തിലൊക്കെ അദ്ദേഹം അതിനെ വികസിപ്പിക്കാനായിട്ടും അതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്താനായിട്ടുള്ള ശ്രമവും അദ്ദേഹം നടത്തുകയുണ്ടായി. എന്താണ് ഈ
തിയറികളുടെ അല്ലെങ്കിൽ ഈ നീഡ് ഹൈറാർക്കി തിയറി വിദ്യാഭ്യാസ മേഖലയിലും ബിസിനസ് മേഖലയിലും ഹെൽത്ത് കെയർ മേഖലയിലും ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിലൊക്കെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റുകൾ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നമുക്കൊക്കെ നൽകിയ വലിയ സംഭാവന. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ലെവൽ ഓഫ് മോട്ടിവേഷൻ മനസ്സിലാക്കാനും ആ കുട്ടികൾ മോട്ടിവേറ്റഡ് ആകാനും അവരുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു അവബോധം അധ്യാപകർ ഇന്നും ചിന്തിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ നീഡ് അനാലിസിസ് അല്ലെങ്കിൽ നീഡ് ഹൈറാർക്കി തിയറിയുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ബിസിനസ് മേഖലയിലാണ് എങ്കിൽ എംപ്ലോയേഴ്സ് ഒരു മോട്ടിവേഷണൽ സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എംപ്ലോയീസിൻ്റെ നീഡുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിനും HR ഡെവലപ്മെൻറ്റിനും ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ബിസിനസ് തലങ്ങളിലെ എംപ്ലോയീസിന് അവരുടെ പൊട്ടൻഷ്യൽ വികസിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഹെൽത്ത് കെയർ മേഖലയിലേക്ക് വരികയാണെങ്കിൽ പേഷ്യൻസിനെ മനസ്സിലാക്കാനും ഒരു ഹോളിസ്റ്റിക് കെയർ അപ്രോച്ച് കൊടുക്കുവാനൊക്കെ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഒരു രോഗിയുടെ രോഗാവസ്ഥയിൽ നിന്നുള്ള മാറ്റം ഫിസിക്കൽ മാത്രമല്ല ഇമോഷണൽ ആസ്പെക്റ്റ് കൂടി വെൽബീയിങ്ങിന് ആവശ്യമുണ്ട് എന്നൊക്കെ ഇദ്ദേഹം കൊടുത്ത സംഭാവനകളാണ്. ഹ്യൂമനിസ്റ്റ് സൈക്കോളജിയിൽ ബിഹേവിയറിസത്തോടൊപ്പം സൈക്കോ അനാലിസിസിനോടൊപ്പം തന്നെ ഒരു മൂന്നാമത്തെ ചേരി ഇദ്ദേഹം സൃഷ്ടിച്ചു, ഹ്യൂമനിസ്റ്റ് സൈക്കോളജി. പിന്നീട് അതാണ് പോസിറ്റീവ് സൈക്കോളജിയുടെ ഉത്ഭവത്തിന് കാരണമായിട്ട് തീർന്നത്. ഇപ്പോൾ ഹ്യൂമനിസ്റ്റ് സൈക്കോളജിയുടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പേഴ്സണൽ ഗ്രോത്ത്, സെൽഫ് ആക്ച്വലൈസേഷൻ, അതുപോലെ തന്നെ ഹ്യൂമൻ പൊട്ടൻഷ്യലിൻ്റെ ഫുള്ളസ്റ്റ് ഡെവലപ്മെൻറ്റിനൊക്കെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. അത് ഇന്ന് ഈ നമ്മുടെ റെലവൻ്റ് ആണ്. നമ്മുടെ തെറാപ്പി ആൻഡ് കൗൺസിലിംഗ് രംഗത്തും ക്ലയൻറ്റ് സെൻറ്റേഡ് കാൾ റോജേഴ്സ് കൊണ്ടുവന്ന ക്ലയൻറ്റ് സെൻറ്റേഡ് തെറാപ്പിയിലൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടെ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഇന്നും വളരെ പ്രസക്തമായി ഹ്യൂമൻ മോട്ടിവേഷനും വെൽബീയിങ്ങിനും പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അധ്യാപകരായാലും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും മനഃശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും അതുപോലെ തന്നെ ലൈഫ് കോച്ചിങ് നടത്തുന്നവരായാലും കൗൺസിലേഴ്സ് ആയാലും സൈക്കോളജിസ്റ്റുകളായാലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ തിയറി വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു വാചകം, വൺ ക്യാൻ ചൂസ് ടു ഗോ ബാക്ക് ടുവേർഡ്സ് സേഫ്റ്റി or forward towards growth. Growth must be chosen again and again. Fear must be overcome again and again എന്ന് പറയുകയാണ്. നമ്മളെല്ലാവരും നിരന്തരം നമ്മുടെ ട്രെയിനിങ്ങുകളെല്ലാം അവതരിപ്പിക്കുന്നതാണ്. നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കണം. എപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിലേക്ക് ഒതുങ്ങിക്കൂടാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ കംഫർട്ട് സോൺ വിട്ടുകൊണ്ട് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അതിന് അദ്ദേഹം മറ്റൊരു വാക്ക് കൂടി ഉപയോഗിക്കുന്നുണ്ട്, ഒരു പീക്ക് പെർഫോമൻസ് എന്നൊരു വാക്കാണ്. നിരന്തരം ക്രിയേറ്റിവിറ്റിയുടെ മേഖലയിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ഫുൾഫിൽമെൻ്റ് ഒക്കെ നടത്തുമ്പോഴൊക്കെ ഒരു പീക്ക് പെർഫോമൻസ് നടത്താനായിട്ട് നമുക്ക് കഴിയും എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ അവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻ എനി ഗിവൺ മൊമെന്റ് വി ഹാവ് ടു ഓപ്ഷൻ, ടു സ്റ്റെപ്പ് ഫോർവേഡ് ഇൻ ടു ഗ്രോത്ത് ഓർ സ്റ്റെപ്പ് ബാക്ക് ടു സേഫ്റ്റി. അങ്ങനെ എല്ലാ മൊമെന്റിലും നമ്മുടെ മുൻപിൽ ഒരു ചോയ്സ് ഉണ്ട് എന്നും ഈ ചോയ്സിൽ നമ്മുടെ മുഴുവൻ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനായിട്ടുള്ള ചോയ്സ് തിരഞ്ഞെടുക്കണമെന്നും അതാണ് നമ്മളുടെ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന നിലയിൽ നമ്മളുടെ വളർച്ചയ്ക്ക് ഉതകുക എന്നുള്ളതും ഇതാണ് നമ്മളെല്ലാവരും നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും എന്നുള്ളതാണ് വാസ്തവം. ഇന്നും അദ്ദേഹത്തിൻ്റെ ഇൻസൈറ്റുകൾ ഷാർപ്പൺ ചെയ്തുകൊണ്ട് കൂടുതൽ ഈ മേഖലകളെല്ലാം വിദ്യാഭ്യാസ മേഖലയിലും സൈക്കോളജിക്കൽ മേഖലയിലും ബിസിനസ് സ്ട്രാറ്റജിക് മേഖലകളിലും ഒക്കെ തെറാപ്പി അപ്രോച്ചിലും എല്ലാം തന്നെ ഈ ഒരു ഹ്യൂമനിറ്റിക്സ് നേച്ചർ ഇന്നും പ്രാധാന്യത്തോടു കൂടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് എന്നെ ഇത്രയുമേൽ പ്രചോദിപ്പിച്ച ഒരു ഇൻസ്പയറിംഗ് ഐക്കണായിട്ട് എബ്രഹാം ഹറോൾഡ് മാസ്ലോ മാറിയത്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നിരന്തരം നമ്മളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനായിട്ട് കഴിയും വിധത്തിൽ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ബഹുമാനപ്പെട്ട സുരേഷ് ബാബു സാറിനെ നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ സെഷൻ ഇൻസ്പയറിംഗ് ഐക്കൺസിലെ മൂന്നാമത്തെ സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Thank you, Shashikumar sir. Thank you. Good evening, everybody. Am I audible? Yes, sir. Hello. Audible. Yes, audible. Audible, sir. എന്നെ
പ്രചോദിപ്പിച്ച അല്ലെങ്കിൽ ഞാൻ വഴികാട്ടിയായിട്ട് കണ്ട അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ സുധാ സാറ് പറഞ്ഞത് KP രവീന്ദ്രൻ സാറാണ് സാറിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തതെന്ന്. അപ്പൊ എനിക്കും നാട്ടിൽ നിന്ന് തന്നെയാണ് ഇൻസ്പിറേഷൻ. കാരണം ആദ്യകാലത്ത് സ്വല്പം വിപ്ലവവും കമ്മ്യൂണിസവും ഒക്കെ തലയ്ക്ക് പിടിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമുക്കെല്ലാം തോന്നുന്നത് ഇവിടെ ആരും ഒന്നും ശരിയായ രീതിയിൽ ചെയ്യുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കാര്യങ്ങളും നല്ലതുപോലെ ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ നല്ല രീതിയിലല്ല പെരുമാറുന്നത്, കഴിവുകെട്ട ഉദ്യോഗസ്ഥരോട് നമുക്ക് പുച്ഛവും അഴിമതിയുള്ളവരോട് ദേഷ്യവും അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു കാലമാണല്ലോ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയം. അപ്പോൾ നമ്മൾ തീരുമാനിക്കും, ഞാനാണ് എങ്കിൽ ഈ ഉദ്യോഗസ്ഥന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നൊരു ധാരണ ഉണ്ടാകുന്ന ഒരു സമയമുണ്ട്. ആ സമയം എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ 18-നും 20-നും ഒക്കെ ആ കാലഘട്ടത്തിൽ 20 വയസ്സൊക്കെ ഉള്ള കാലഘട്ടത്തിൽ നമുക്ക് തോന്നുന്നത് എല്ലാത്തിനും പറയും, ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു, ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ, ഒരു മാനേജർ ആയിരുന്നുവെങ്കിൽ, ഒരു ഓഫീസ് ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ നമ്മൾ ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഒരു സമയത്ത് കൂടുതൽ സമയം നമ്മൾ വൈകിട്ട് ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈബ്രറിയിലാണ്, രാത്രി വൈകിട്ടാണ് ഞങ്ങളുടെ ലൈബ്രറി തുറക്കുന്നത്. അവിടുന്ന് പോവുക, 2 പുസ്തകം എടുക്കുക, വായിക്കുക, പിന്നെ കലാകൗമുദി, കേരള ശബ്ദം, പിന്നെ മലയാള നാട്, അങ്ങനെ പല മാസികകൾ വായിക്കുമ്പോൾ കിട്ടുന്ന അറിവുണ്ട്. ഈ സോഷ്യൽ റീഡിംഗ് എന്ന് നമ്മുടെ ആൻഡോ മൈലാഡു സാറ് പറഞ്ഞ ആ റീഡിങ്ങിന്റെ കാലഘട്ടത്തിൽ കിട്ടിയ ഒരു സാധനമാണ് കലാകൗമുദിയിൽ വന്ന കണ്ടശ പ്രസിദ്ധീകരിച്ചിരുന്ന, നിങ്ങൾക്കെല്ലാം അറിയാം, M കൃഷ്ണൻ നായരുടെ സാഹിത്യ വാര്യഫലം കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടുണ്ടാവും. അതിനൊപ്പം തന്നെ വേറൊരു കണ്ടശ ഒരു പ്രസിദ്ധീകരിച്ചിരുന്നു, ഒരു IAS ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥന്റെ ഒരു ഇത്, ആരോടും പരിഭവമില്ലാതെ എന്ന് കേട്ടിട്ടുണ്ടാവും. അതാരാണ് ആരുടെയാണെന്ന് അറിയാൻ പറ്റുമോ? അറിയാമോ? ആരോടും പരിഭവമില്ലാതെ ആരാണ് സാറേ? ആരോടും പരിഭവമില്ലാതെ സാർ എഴുതിണ്ട്. KK അല്ല, MKK നായർ. MKK നായർ FSCT-യിലെ GM ആയിരുന്നു, റിട്ടയർ ആയ ആളാണ്. GM അല്ല, അദ്ദേഹത്തെ പുറത്താക്കിയതാണ്. അവിടെ ഒരു കഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് അത് കണ്ടശ കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. കണ്ടശ പ്രസിദ്ധീകരിച്ചപ്പോ അതിനകത്തുനിന്ന് ഇന്ത്യയിലെ IAS 1947 അദ്ദേഹം IAS ഉദ്യോഗസ്ഥനായ ആളായതാണ്. നേരത്തെ പ്രൊബേഷൻ ഓഫീസറായിട്ട് CP-യുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കേന്ദ്ര സർവീസിലോട്ട് പോവുകയും അവിടെ നിന്ന് IAS കിട്ടുകയും ചെയ്തൊരു ഉദ്യോഗസ്ഥനാണ്. കൂടുതൽ കാലവും അദ്ദേഹം വ്യവസായ വകുപ്പുകളിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെയാണ് ഇപ്പൊ FOCT ഉദ്യോഗമണ്ഡലം എന്ന് പറയുന്ന പ്ലാന്റ് കൊണ്ടുവന്നതും അദ്ദേഹമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ നോക്കുക, ഇതിന്റെ വിധി എന്ന് പറയുന്നത്, ഞാൻ ഇതെല്ലാം പഠിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന ഏരിയയും ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്റെ മുഴുവൻ സർവീസും ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധം. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ ചേരുമ്പോൾ ഞാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സുകളിലാണ് ഞാൻ കൂടുതലും ജോലി ചെയ്തിട്ടുള്ളത്. അതൊക്കെ എനിക്ക് ഈ പുസ്തകങ്ങൾ കൂടി നേരത്തെ തന്നെ പരിചയമായിരുന്നു എന്നുള്ളതാണ്. ഈ ഇദ്ദേഹത്തിന്റെ കണ്ടശ പ്രസിദ്ധീകരിച്ച ആരോടും പരിഭവം ഇല്ലാത്തുള്ള, അത് കഴിഞ്ഞ് 1987 അത് പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പിലത്തെ കഥയാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ എന്റെ മനസ്സിലൊരു ഉദ്യോഗസ്ഥൻ എങ്ങനെ ആയിരിക്കണം, ഞാനാണ് ഉദ്യോഗസ്ഥനെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് ഒരു ധാരണയുണ്ടായി. അപ്പൊ ഞാൻ അതിനനുസരിച്ച് സർവീസിൽ കയറി കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഒരു ധാരണ എനിക്ക് മനസ്സിലുണ്ടായത്, ഇദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചിട്ട് ഇൻസ്പയർ ആയിരിക്കുന്നിട്ട് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ അടുത്ത് വരുന്നവരെല്ലാവരെയും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സഹായിക്കുവാൻ സാധിക്കുമെങ്കിൽ സഹായിക്കണം. അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്താണ്, നമുക്ക് സഹായിക്കുവാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ആ സ്ഥാനത്തിരിക്കുമ്പോൾ സഹായിക്കണം. അതുപോലെ രണ്ടാമതൊരു ഇത് കിട്ടും, മറ്റൊരാൾക്ക് പരിഭവം തോന്നിയാലും ശരിയെന്ന് തോന്നുന്ന കാര്യം, ശരിയുള്ള കാര്യം തുറന്നു പറയാൻ മടിക്കരുത്. രണ്ടാമത്തെ കാര്യത്തിൽ എനിക്കിട്ട് പണി കിട്ടിയിട്ടുണ്ട്. പലയിടത്തും നമ്മൾ തുറന്നു പറയുമ്പോൾ അതിനകത്ത് നമുക്ക്, പക്ഷെ എങ്കിലും സഹായിക്കുവാൻ സാധിക്കുമെങ്കിൽ സഹായിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൂടെ വന്നത് ഞാൻ അക്ഷരാർത്ഥത്തിൽ തന്നെ പാലിച്ചിട്ടുണ്ട് എന്റെ സർവീസിലിരുന്ന്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ, ഇദ്ദേഹം കേരള സർവീസിൽ ഇരുന്നപ്പോൾ പള്ളിവാസൽ പദ്ധതിയെ പറ്റി എന്റെ എനിക്ക് തോന്നിയത്, എങ്ങനെ ഒരു നല്ല ഉദ്യോഗസ്ഥൻ നോട്ട് എഴുതാം, പള്ളിവാസൽ പദ്ധതി വേണമെന്ന് പറഞ്ഞപ്പം സർ CP കൊണ്ടുവന്ന പള്ളിവാസൽ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ നോട്ട് ഇതിപ്പോ പേന ഉന്തുന്നവരെ അതിന് എഗനിസ്റ്റ് ആയിട്ട് എഴുതി, ഇത്രയും ചെലവ് ചെയ്ത് ഒരു
പദ്ധതി കൊണ്ടുവന്നാൽ ആ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഇവിടെ ഉപയോഗിക്കാൻ ഇവിടെ ആൾക്കാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി എഴുതിയപ്പോൾ ഇദ്ദേഹം അതിന് അതിനെതിരായിട്ട് എഴുതി. അല്ല, ഇത് അതിനകത്ത് അദ്ദേഹം പഠിച്ചത് അത് എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും, FACT ഇന്ത്യൻ അലുമിനിയം കമ്പനി അങ്ങനെയുള്ള ആലുവായ പ്രദേശത്തുള്ള വ്യവസായങ്ങൾക്ക് ഗുണകരമായിരിക്കും എന്ന് പറഞ്ഞ് എഴുതുകയും അങ്ങനെ പള്ളിവാസൽ പദ്ധതി വരികയും ഇപ്പൊ അന്നത് വലിയൊരു പ്രസ്ഥാനമായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ആ ബുദ്ധിശക്തി കൊണ്ടാണ് നാം ഇന്ന് ആലുവയിൽ കാണുന്ന ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടായത്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നോട്ട് സർ CP ഇഷ്ടപ്പെടുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ കേട്ടിരിക്കുന്നത് സർ CP ഒരു ഏകാധിപതിയാണെന്നാണ്. പക്ഷെ സർ CP ആണ് കേരളത്തിലെ പല ഇൻഡസ്ട്രീസുകളും കൊണ്ടുവന്നതും. അദ്ദേഹത്തിന് വ്യവസായവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതുപോലെയുള്ള ചിന്തകളും ഉണ്ടായിരുന്നു. പക്ഷെ രാഷ്ട്രീയ കാരണങ്ങൾ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നല്ല പറഞ്ഞത്, പക്ഷെ അദ്ദേഹത്തെ ശ്ലാഘിച്ചാണ് MK നായർ പറഞ്ഞത്. അപ്പൊ നമ്മൾ കാണാത്ത അല്ല കേൾക്കാത്ത ചിന്തിക്കാത്ത വിധത്തിലുള്ള വേറൊരു രൂപമായിരുന്നു സർ CPയുടെ അദ്ദേഹം വരച്ചു കാണിച്ചത്. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് അദ്ദേഹം സെക്കൻഡറാബാദിൽ അദ്ദേഹം ആർമിയുടെ കീഴിൽ സിവിലിയൻ ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ പല അനുഭവങ്ങൾ പറയുന്നുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ IAS കിട്ടിക്കഴിഞ്ഞ് ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെ ഒപ്പം ജോലി ചെയ്തപ്പോൾ TT കൃഷ്ണമാചാരിയുടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ മിനിസ്റ്റർ. വാണിജ്യവും വ്യവസായവും നൽകി. ഈ വാണിജ്യവും വ്യവസായത്തില് അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ള സീനിയറായ IAS ഉദ്യോഗസ്ഥര് എഴുതുന്ന പോലെ ആയിരുന്നില്ല ഇദ്ദേഹത്തിന്റെ നോട്ടുകൾ എഴുതിക്കൊണ്ടിരുന്നത്. ഇദ്ദേഹത്തിന്റെ ചില രീതികൾ, അതായത് അവിടെ വ്യവസായത്തിന് വേണ്ടി ലൈസൻസിന് വരുമ്പോൾ നമ്മളിപ്പോ പറയുന്ന ലൈസൻസ് രാജില്ലേ, ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വരുന്നവരെ വിളിച്ചിരുത്തി അവിടെ തന്നെ ഇരുത്തി മറ്റുള്ള ഉദ്യോഗസ്ഥരെ കൂടെ വിളിച്ച് അവർക്ക് വേണ്ട സർവീസ് ലൈസൻസ് അവിടെ കൊടുത്തു വിടുന്നതിന് അന്ന് അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ളവർക്ക് ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ രീതികൾ എങ്ങനെ അതായത് ഒരു ഇൻസ്റ്റെഡ് ഓഫ് എ പാർട്ട് ഓഫ് എ പ്രോബ്ലം അല്ല, പാർട്ട് ഓഫ് എ സൊല്യൂഷൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ രീതികൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം നോട്ട് എഴുതുന്ന രീതിയെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി കേട്ടപ്പോൾ ഞാൻ സർവീസിൽ കയറുവാണെങ്കിൽ ഞാൻ എങ്ങനെ നോട്ട് എഴുതുന്നുള്ളത്. എനിക്ക് സർവീസിൽ ഞാൻ ഇരുന്ന സമയം, ഞാൻ ജോലി ചെയ്തിരുന്ന കാര്യത്തിൽ എനിക്കൊരു പ്രത്യേക പേരൂടെ ഉണ്ട്, പ്രത്യേക ഒരു വിലയുണ്ട്. എന്ന് വെച്ചാൽ എന്ത് കാര്യത്തിനും വ്യക്തമായ രീതിയിൽ നോട്ട് എഴുതുക. ഈ നോട്ട് ഷീറ്റ് എന്ന് പറയുന്ന പണ്ട് നമ്മൾ ഈ തത്തപ്പച്ച എന്ന് പറഞ്ഞൊരു കളറിലുള്ള ഒരു ഒരു വൈറ്റ് പേപ്പർ, കൂടുതലും മാർജിൻ ഉള്ള ഒരു പേപ്പർ ആയിരുന്നത്. വൈറ്റ് അല്ല, പച്ച നിറത്തിലുള്ള ഒരു പച്ചയോട് അടുത്തുള്ള. അപ്പൊ ഈ നോട്ട് ഷീറ്റ് എനിക്ക് വലിയൊരു ഹരവ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒക്കെ എഴുതുക. ഒന്നുമില്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നടപ്പാക്കണം എന്ന് തോന്നിയാൽ അതെഴുതി എന്റെ സീനിയർ ഓഫീസർക്ക് കൊടുക്കുകയും. അപ്പൊ എനിക്ക് ഇതെല്ലാം കിട്ടുന്നത് ഇദ്ദേഹത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ പല ആളുകളെ കണ്ടിട്ടുണ്ട്. ആ ചെറുപ്പകാലത്തിലൊന്നും ഒരു മഹാത്മാഗാന്ധിയോ ജവഹർലാൽ നെഹ്റുവോ എനിക്കൊരു ആവേശമായിട്ട് തോന്നിയിട്ടില്ല. അവരൊക്കെ നല്ല ആൾക്കാർ എന്നുള്ളതിനപ്പുറത്തോട്ട് മഹാന്മാരെന്നുള്ളത് ആ നിലയിലോട്ട് എനിക്ക് ഒരിക്കലും ചിന്തിക്കാനും വന്നിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ജോലി ചെയ്യുന്ന രീതി, ഓരോന്നിനോട് പ്രശ്നങ്ങളോട് അദ്ദേഹം സമീപിക്കുന്ന രീതി, ഇതൊക്കെ വളരെയധികം എന്നെ ആകർഷിച്ചിട്ടുണ്ട്. റൗർക്കല സ്റ്റീൽ പ്ലാന്റ് തുടങ്ങിയിട്ട് കുറെ വർഷമായി, പക്ഷെ അത് പണി തീരുന്നില്ല. ഇദ്ദേഹത്തെ TTK കൃഷ്ണമാചാരി അദ്ദേഹത്തെ അങ്ങോട്ട് റൗർക്കലയിൽ അയച്ചു. റൗർക്കലയിൽ അയച്ച് അവിടെ ചെന്നിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം രണ്ട് കാര്യമാണ് ചെയ്തത്. ഒന്ന്, അവിടുത്തെ ഉള്ള ആ അന്നേരത്തെ ചീഫ് എഞ്ചിനീയറെ GM-നെ കോൺഫറൻസിൽ എടുക്കുകയും അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് TT കൃഷ്ണമാചാരിക്ക് അവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത് ഇദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ട് കണ്ടതിന് ശേഷം അദ്ദേഹത്തെ വ്യവസായ വകുപ്പ് ഭിലായ് സ്റ്റീൽ പ്ലാന്റിൽ 1956 ഭിലായ് സ്റ്റീൽ പ്ലാന്റിലോട്ട് നിയമിച്ചു. അദ്ദേഹത്തെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് നിയമിക്കുന്ന 1959 ഭിലായ് സ്റ്റീൽ പ്ലാന്റിന്റെ ഉദ്ഘാടനം അന്നത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് നിർവഹിക്കുന്നത് ഏപ്രിൽ 4-ന്. ഈ ഭിലായ് സ്റ്റീൽ പ്ലാന്റിന്റെ അത് ആർക്കും ഒരു ധാരണയില്ല ഇത് ഏപ്രിൽ 4-ന് തുടങ്ങും. പക്ഷെ നേരത്തെ തന്നെ ഈ ഡേറ്റ് തീരുമാനിക്കുകയും പ്രസിഡന്റിന്റെ യാത്രകളെല്ലാം അപ്രൂവൽ കിട്ടുകയും ചെയ്തതുകൊണ്ട് ആ അവരുടെ ഒപ്പം രാത്രിയും പകലും അവരുടെ ഒപ്പം അദ്ദേഹം നിൽക്കുകയും 59 ഏപ്രിൽ 3 വൈകിട്ട് ഇവര് ട്രയൽ റൺ നടത്തി രാത്രി 12 മണി കഴിഞ്ഞപ്പം ഒഴുകി വരികയും ചെയ്ത് കണ്ടതാണ്. അപ്പൊ അതുവരെ അദ്ദേഹത്തിന്റെ ജോലിയോടുള്ള താല്പര്യം, ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ
ഭംഗിയായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൾ, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്, അതൊക്കെയാണ് എന്നെ ആകർഷിച്ചത്. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളതല്ല കാര്യം, പക്ഷെ അങ്ങനെയും ചെയ്യാം. കാരണം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാതിരുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയും ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത് ചെന്ന് ഇദ്ദേഹം ഒരു നോട്ടിനെ പറ്റി പറയുന്നത്. അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത് ചെന്ന 15 മിനിറ്റ് ആണ് അദ്ദേഹത്തിന് ആകെ കിട്ടുക. ഫയലുകളെല്ലാം കൂടെ കുറിച്ച് ഒരാഴ്ചയിൽ ഒരു ദിവസമാണ് 15 മിനിറ്റ് കിട്ടുക. അപ്പൊ ഈ വ്യവസായ വകുപ്പിന്റെ ഫയലെല്ലാം കൂടെ ചെന്നാല് നെഹ്റു ഇങ്ങോട്ടൊന്നും പറയില്ല. വളരെ കുറഞ്ഞത്, അതാണ് അവിടെയാണ് ഞാൻ പഠിച്ചത്. ബ്രിവിറ്റി ഇൻ സ്പീച്ച് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് അവിടുന്നാണ്. വളരെ കുറഞ്ഞ വാക്കുകളിൽ ഇത് അദ്ദേഹത്തിനോട് അവതരിപ്പിക്കണം. അപ്പൊ അദ്ദേഹം ഒന്ന് മൂളും. വളരെ പ്രധാനപ്പെട്ട ഫയലുകൾ മാത്രമേ ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ഒപ്പിടാറുള്ളൂ. ബാക്കിയെല്ലാം ഇവര് തന്നെയാണ് എഴുതുന്നത്. ഈ MKK നായർ PM എഗ്രീഡ്, PM അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വരിക. അത്രയ്ക്കധികം അദ്ദേഹത്തിന്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു ഇത്രയും തിരക്കുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്ത് ഈ പറയുന്ന ഇന്ത്യയുടെ വ്യവസായങ്ങളെ പറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസി ഡിസിഷൻസിനെ പറ്റി വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും? ഇതൊക്കെ നമുക്ക് പഠിക്കും. ഞാനൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെ കുറഞ്ഞ വാക്കുകളിൽ ഒരു കാര്യം അവതരിപ്പിക്കാം. അപ്പൊ എഴുതുമ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. സർവീസിൽ ഇരുന്നപ്പോഴൊക്കെ ഞാൻ എപ്പോഴും ഫോളോ ചെയ്തിരുന്ന ഒരു കാര്യം, എന്നെ ഇൻസ്പയർ ചെയ്തിരുന്ന, ഞാൻ പറഞ്ഞു, എന്നെ ഫോളോ ചെയ്തിരുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ രീതികളാണ്. ഇദ്ദേഹം എങ്ങനെയായിരുന്നു ഫയലുകൾ പഠിക്കുക എന്നുള്ളത്. ഞാൻ ഒരിക്കലും പ്രോബ്ലത്തിന്റെ കൂടത്തിൽ ആകാൻ അറിയാതെ വന്നിട്ടുണ്ടാവാം, പക്ഷെ സ്വബുദ്ധിയാല് അങ്ങനെ ഒരിക്കലും വന്നിട്ടില്ല. കാരണം എന്നെ പ്രചോദിപ്പിച്ച ഇദ്ദേഹത്തിന്റെ ഒരു അഡ്മിനിസ്ട്രേഷനാണ്. ഇത് ഞാനീ പറയുന്നത് നമ്മുടെ മറ്റുള്ളവരെ ആരെയും തിരസ്കരിച്ചുകൊണ്ടല്ല. ഞാൻ സർവീസിൽ ഇരുന്ന സമയത്തും അത് എനിക്കും അദ്ദേഹത്തിന് പറ്റിയ പോലെ തന്നെ എനിക്കും ഇത് വന്നിട്ടുണ്ട്. എന്നേക്കും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളും നേരിട്ട് ചെയ്യുമ്പോൾ സംശയം, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ലതെന്ന് തോന്നി ചെയ്യുമ്പോൾ നമുക്ക് ഇടയിൽ ശത്രുക്കൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മളോട് കൂടെ നിൽക്കുന്നവർക്ക് ശത്രുതാ മനോഭാവം ഉണ്ടാകാം. ചിലപ്പോൾ അവരൊക്കെ അത് സാധിക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടിയും ഞാൻ ഇന്നും അത് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ അരുൺ സാർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാനിപ്പോ നാട്ടിൽ പോയപ്പോൾ ഈ പുസ്തകം എടുത്തുകൊണ്ട് വരികയുണ്ടായി. ഇതാണ് ആരോടും പരിഭവം ഇല്ലാതെ എന്നുള്ള പുസ്തകം. വളരെ പഴക്കമുള്ളതാണ്. അത് പോയി തപ്പിപ്പിടിച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്ന് വീണ്ടും വായിക്കുകയായിരുന്നു. ഈ പുസ്തകം ശരിക്കും പറഞ്ഞ് ഞാൻ പലപ്പോഴായിട്ട് ഒരു ബൈബിള് അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കുന്നതിന് തുല്യമായ രീതിയിൽ വായിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രചോദിതനാകാറുണ്ട്. വളരെ നിസ്സാരമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇദ്ദേഹം FACT ഉദ്യോഗമണ്ഡലം കൊണ്ടുവന്നു. ആ ഉദ്യോഗമണ്ഡലിന്റെ പ്ലാന്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അതെങ്ങനെയാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങില് അദ്ദേഹം കണ്ടതാണ് ഈ മുക്കുവന്മാര്, മത്സ്യത്തൊഴിലാളികള് അവര് മത്സ്യം ഒരിടത്തു നിന്ന് വേറൊരിടത്ത് ലോറിക്കകത്ത് കൊണ്ടുപോകുമ്പോൾ ഐസിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ പോകുന്ന വഴിക്കെല്ലാം മീനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഐസ് ഉരുകി വെള്ളം വീഴുന്ന ഒരു പ്രത്യേകമാണ്. എന്നുവെച്ചാൽ മലിനമാക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ് കൊണ്ടു. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഐസാണ്. ഈ ഐസ് ഈ മീൻ വണ്ടിയിൽ കൊണ്ടുപോയാലും കാർബൺ ഡൈ ഓക്സൈഡ് വേപ്പറായിട്ട് പോവുകയുള്ളൂ, ഒരിടത്തും വെള്ളം വെറ്റാവില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവര് അത് നിരുത്സാഹപ്പെടുത്തുകയും അത് ഉണ്ടായി കഴിഞ്ഞിട്ട് അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് നിരുത്സാഹപ്പെടുത്തുന്നത് അത് രണ്ടാമത് പൊളിച്ചു വിൽക്കേണ്ട ഒരു അവസ്ഥ. അപ്പൊ അത് പല തലത്തിലും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ അദ്ദേഹത്തിന് അതിനുള്ള പവർ ഉണ്ടെങ്കിൽ എന്തും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഭിലായ് സ്റ്റീൽ പ്ലാന്റിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉണ്ടായിരുന്നത് ഭിലായ് സ്റ്റീൽ പ്ലാന്റാണ്. അവിടെ ഒരിക്കൽ ഒരു പൊതു മീറ്റിങ്ങിൽ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, മുണ്ടു മടക്കി കുത്തുന്നവരുണ്ടെങ്കിൽ നാളെ എന്റെ ഓഫീസിൽ വരും, ഞാൻ ജോലി തരാമെന്ന്. മലയാളി ആര് വന്നാലും അന്ന് ആ കാലഘട്ടത്തില് ആലപ്പുഴ എറണാകുളത്ത് നിന്ന് ജയന്തി ജനത പോകുന്ന ട്രെയിനില് ഇവിടുന്ന് അല്ലെങ്കിൽ ചെന്നൈ വഴി ആൾക്കാര് നാഗ്പൂർ ഇറങ്ങി നാഗ്പൂരിൽ നിന്ന് ഭിലായ് ചെല്ലും. എന്തെങ്കിലും വഴിയിൽ അദ്ദേഹം അവർക്കെല്ലാം ജോലി കൊടുക്കും. ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്തിരുന്ന ഓരോ ടെക്നിക്കൽ അന്ന് അദ്ദേഹം പറഞ്ഞ ആ കാലഘട്ടത്തിൽ ഭിലായിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആലപ്പുഴ പോലുള്ള പ്രദേശത്ത് ചെറിയ ചെറിയ IT തുടങ്ങി. IT നിന്ന് 6 മാസത്തെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഈ സർട്ടിഫിക്കറ്റ് വേണ്ടുന്ന ആൾക്കാർ നാഗ്പൂർ വഴി ഭിലായ്ക്ക് പോവുകയാണ്.
മലയാളികൾക്ക് വളരെയധികം മലയാളികൾക്ക് ജോലി കൊടുത്ത ഒരു വ്യക്തിയാണ് ശ്രീ MKK നായർ. അപ്പം നമുക്കും ചിലപ്പോൾ ചെറിയതാണെങ്കിലും നമ്മൾക്ക് കിട്ടിയ അവസരം വെച്ച് നമുക്കും നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് അല്ലെ ആറ്റിറ്റ്യൂഡ് വെച്ച് നമ്മുടെ പവർ വെച്ചിട്ട് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് നല്ലത് ചെയ്യാൻ സാധിക്കും എന്ന് തിരിച്ചറിഞ്ഞത് ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ്. അത് മുഴുവൻ പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും ആ വഴിയിൽ കൂടെ നടക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഒരു മാനസിക സന്തോഷമുണ്ട്, മനസ്സിന് സന്തോഷമുണ്ട്. എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നൊരു സംതൃപ്തി എനിക്കുണ്ട്. അതിന് പ്രധാനപ്പെട്ട MKK നായരാണ്. ഞാൻ ആര് ചോദിച്ചാലും പറയും എന്നെ പ്രചോദിപ്പിച്ചത് MKK നായരുടെ ഈ പുസ്തകമാണ്. എന്നെ ശ്രമിച്ചിരുന്ന എല്ലാവർക്കും വളരെ നന്ദി.